സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കുന്നില്ല. ഇലക്ട്രൽ ബോണ്ടിലെ വിശദാംശങ്ങൾ കോടതി പറഞ്ഞ സമയത്തിനകം നൽകാൻ കഴിയില്ല എന്നുള്ള SBIയുടെ നിലപാടിന് കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. 15-ാം തീയതിക്കുള്ളിൽ നൽകിയേ പറ്റൂ എന്ന് അസന്നിഗ്ധമായി കോടതി പറഞ്ഞു. എന്താണ് SBIക്ക് ഇത്ര ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ട് SBI സുപ്രീം കോടതിയിൽ വിവരിച്ചു. ഈ സുപ്രീം കോടതിയുടെ വിധി SBI അംഗീകരിക്കുന്നില്ല എന്നല്ല അർത്ഥം. സുപ്രീം കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് ചെയ്തു തീർക്കാൻ പറ്റില്ല എന്നാണ്. 1500 കിലോ അരി മോഹൻദാസ് ഒറ്റ മണിക്കൂറിനകം ചുമന്നെത്തിക്കണം എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടാൽ മോഹൻദാസ് എന്ത് ചെയ്യും? ഇത് സാധ്യമല്ല യുവർ ലോഡ്ഷിപ്സ്, ഒരു മാസം കൊണ്ട് ഞാൻ ചുമന്നെത്തിക്കാമെന്ന് പറയും. അപ്പോൾ അത് സുപ്രീം കോടതി ധിക്കരിക്കലല്ല, വി ആർ അണേബിൾ ടു ഡൂ ദാറ്റ്. ഇതിന് സമയം വേണം. കാരണം ഇത് ഡിജിറ്റലി റെക്കോർഡ് ചെയ്തതല്ല, സൂപ്പർ കോൺഫിഡൻഷ്യലായിട്ട് വയ്ക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് SBIയുടെ 29 ശാഖകളിൽ മാത്രമേ ബോണ്ട് ഇഷ്യൂ ചെയ്യുള്ളൂ. അവിടെ മാത്രമേ നിങ്ങൾക്ക് സംഭാവന ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 29 സ്ഥലത്തായിട്ട് ഇത് സൂക്ഷിച്ചിരിക്കുക. അത് മാനുവലായിട്ടാണോ ചെയ്തിരിക്കുന്നത്? അതെ. കാരണം ഡിജിറ്റലൈസ് ചെയ്താൽ എപ്പോൾ ചോർന്നു എന്ന് ചോദിച്ചാൽ മതി. ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു പ്രത്യേകത അതാണില്ല. അല്ല, ചോരാനാണെങ്കിൽ മാനുവലായിട്ടുള്ളതും ചോരാലോ? മാനുവലായിട്ടുള്ളതും ചോരാം. ചോരാനുള്ള ഒരു മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്താൽ മതി. മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാം, ഒക്കെ ചെയ്യാം. എന്നാലും ചോരാനുള്ള സാധ്യത കുറവാണ്. മാനുവലായിട്ട് നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ഒരു സേഫിൽ വെച്ച് പൂട്ടിക്കഴിഞ്ഞാൽ ആ താക്കോൽ ഒരു പെർട്ടിക്കുലർ ആളിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചോരാനുള്ള സാധ്യത കുറവാണ്. അയാൾക്ക് കൈക്കൂലി കൊടുത്തിട്ട് ആ താക്കോൽ വാങ്ങിച്ചത് തുറന്ന് നോക്കരുത്. ശരി, നോക്കിയാൽ തന്നെ 29 ബ്രാഞ്ചിലും ഈ തിരിമറി നടക്കില്ല. ഇതൊക്കെ കൊണ്ടാണ് അത് 29 സ്ഥലത്ത് സീക്രട്ടായിട്ട് വെച്ചത്. അതുകൊണ്ട് അത് തമ്മിൽ ടാലി ചെയ്യാൻ പാടില്ല. ചെയ്യാം. 29 സ്ഥലത്തെയും കവറുകൾ കൊണ്ടുവന്നിട്ട് ഇത് ടാലി ചെയ്ത് കൊടുക്കാം സുപ്രീം കോടതിക്ക്. അവർ പറഞ്ഞു ജൂൺ 30 ഞങ്ങളിത് ചെയ്തു തരാം എന്ന് പറയും. സുപ്രീം കോടതിക്ക് അത് സമ്മതമല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കൂ, ഈ ABC 3ആയിട്ട് ഈ ഇൻഫർമേഷൻ തിരിച്ചു. ഒന്ന്, കൊടുത്ത ആൾക്കാരുടെ പേര്, അവർ കൊടുത്ത തുക, വാങ്ങിയ ആളിൻ്റെ തുകകൾ, ഇത് രണ്ടും ചേർത്ത് B. C, വാങ്ങിയ പാർട്ടി ഏത്. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ Bയും Cയും സുപ്രീം കോടതിക്ക് തരാം, ഇപ്പം തന്നെ തരാം, ഇന്ന് തന്നെ തരാൻ പറ്റും Bയും Cയും. അതായത് തുകയും കിട്ടിയ രാഷ്ട്രീയ പാർട്ടിയും. അതാണല്ലോ ഇതിനകത്ത് ഏറ്റവും കൗതുകമുള്ള സംഗതി. തുക ആരാണ് ബോണ്ട് വാങ്ങിയത്, കറസ്പോണ്ടിങ്ങിലി അത് ഏത് പാർട്ടിക്ക് പോയി, ഇത് ടാലി ചെയ്യാനാണ് അവർ സമയം ചോദിക്കുന്നത്. അതായത് കൊടുത്ത തുക ബൾക്കായിട്ട് കിടപ്പുണ്ട്. അതിൽ നിന്ന് സുനിൽ കൊടുത്ത തുക CPM-നാണോ പോയത്, BJP-ക്കാണോ പോയത്, ഇത് ട്രേസ് ചെയ്യാനാണ് അവർ സമയം ചോദിക്കുന്നത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് TG പറയുന്നതിനോട് അത്ര എനിക്ക് വിശ്വാസ്യതയായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഈ 1500 കിലോ അരിയുടെ കാര്യം പറഞ്ഞ പോലെ ഇത് 10,000-കണക്കിന് ആളുകളൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല ഇലക്ട്രൽ ബോണ്ടിന്. ഉണ്ട്. ഈ BJP-ക്ക് 1376 കോടി കിട്ടി എന്നൊക്കെ പത്രങ്ങൾ എഴുതാറില്ലേ? 1 കോടിയാണ് ഒരു ബോണ്ടിൻ്റെ മാക്സിമം തുക. 10,000 രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള ബോണ്ടുകളാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. 1 കോടിക്കപ്പുറം ഇലക്ട്രൽ ബോണ്ടില്ല. അപ്പോൾ 100 കോടി രൂപ ഒരു പാർട്ടിക്ക് സംഭാവന ചെയ്യണമെങ്കിൽ 100 ബോണ്ട് വേണം. അവർ 100 ബോണ്ട് വാങ്ങണം. അപ്പോൾ നിങ്ങൾ ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ 5000, 6000, 10000 ബോണ്ടൊക്കെ ഉണ്ടാവും. എങ്കിലേ എല്ലാ പാർട്ടികൾക്കും കൊടുത്ത് അത് ടാലി ചെയ്യാൻ പറ്റുള്ളൂ. 1 കോടിക്ക് മുകളിൽ ഇതില്ല. 10,000 രൂപയ്ക്കൊന്നും ആളുകൾ ബോണ്ട് വാങ്ങി കാണത്തില്ല. വാങ്ങിയെന്നും ഇരിക്കാം. അത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി 30,000 രൂപ സംഭാവന ബോണ്ട് വാങ്ങിയെന്ന് വയ്ക്കുക. ഈ 30,000 എന്ന് പറയുന്നത് 1000-ൻ്റെ 30 ആയിരിക്കും. അപ്പോൾ 30 1 31, 1 കോടിയുടെ 1 ബോണ്ട്, 30,000-ൻ്റെ 30 ബോണ്ട്, അങ്ങനെ 31 ബോണ്ടായിരിക്കും ഞങ്ങൾ വാങ്ങിച്ചിരിക്കും. ഇത് ടാലി ചെയ്ത് കൊടുക്കാനാണ് ഒരു സമയം ചോദിക്കുന്നത്. ഇത് ആകെ എന്താണെന്നറിയാമോ, ഇതിനകത്തൊരു പ്രിസംഷനുണ്ട്. ഈ വിവരം പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തോ നരേന്ദ്രമോദി തകർന്ന് താഴെ വീഴും. അങ്ങനെ വീഴാൻ പോണില്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ, ഇതിൽ വലിയ ഡാമേജ് ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനായിരിക്കും. കാരണം ഈ വിധി വന്ന ദിവസം തന്നെ ഡൽഹിയിൽ വലിയ ആഘോഷം നടന്നു. BJP അനുകൂല ബ്യൂറോക്രാറ്റുകളുടെ ആഘോഷം, ജിലേബിയും ലഡുവൊക്കെ കൊടുത്തു.
അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ, ഡൽഹി കോറിഡോറിൽ നടക്കുന്ന സംഭാഷണമാണ് ഞാൻ ഈ വെളിപ്പെടുത്തുന്നത്, അല്ലാതെ അതൊരു ഔദ്യോഗിക സാധനമൊന്നുമാണെന്ന് വിചാരിക്കേണ്ട. ബട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത് അവർ ബ്യൂറോക്രാറ്റ്സ്, BJP അനുകൂല ബ്യൂറോക്രാറ്റ്സ് ആഘോഷിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോണ്ടിൻ്റെ വിവരം പുറത്തു വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയിരിക്കുന്നത് BJPക്കാണ്. അത് ഈ ബോണ്ടൊന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഏറ്റവും അധികം സംഭാവന കിട്ടുന്ന പാർട്ടി BJPയാണ് ഇന്ത്യയിൽ. അവർക്ക് പലരിൽ നിന്നാണ് ഈ തുക സംഭാവന കിട്ടുന്നത്. കോൺഗ്രസ്സിന് സംഭാവന കുറവാണ്, പക്ഷേ ഒരൊറ്റ ആളിൽ നിന്നാണ് കിട്ടുന്നത്. ആ ആൾ ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോൺഗ്രസ്സിനുണ്ടാകുന്ന ദോഷം എത്ര വലുതായിരിക്കും. പക്ഷേ കോൺഗ്രസ് ആണല്ലോ ഡിമാൻഡ് ചെയ്യുന്നത്. കോൺഗ്രസ് ഡിമാൻഡ് ചെയ്യുന്നു, കാരണം ഇത് ഈ സമയത്തിനുള്ളിൽ നടക്കില്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട്. ഇത് BJP ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. BJP ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല സുപ്രീം കോടതിയിൽ എന്ത് നടക്കുന്നു അത് നടന്നോട്ടെ എന്ന്. ഇന്നിപ്പോൾ സെക്ഷൻ സിലോ എന്നാണ് അവർ വിളിക്കുന്നത്. സിലോ B ആൻഡ് സിലോ C, ഇതിനകത്തെ ഇൻഫർമേഷൻ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാൻ പറഞ്ഞു. അതുകൂടാതെ 2019 സുപ്രീം കോടതി സീൽഡ് കവറിൽ സൂക്ഷിച്ച വിവരമുണ്ടല്ലോ, അത് ഇന്ന് തന്നെ ഞങ്ങൾ പുറത്തുവിടും എന്നെന്തോ ഭീഷണിയുടെ സ്വരത്തിലാണ് ചീഫ് ജസ്റ്റിസ് അത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദെൻ വി വിൽ റിലീസ് വാട്ട് എവർ വി ഹാവ് ഇൻ എ സീൽ കവർ ചെയ്തോളാൻ പറഞ്ഞു ഹരീഷ് സാൽവെ. യു ഡു ദാറ്റ്, വേണമെങ്കിൽ ഞാനും നിങ്ങൾക്ക് തരാം. ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൊടുത്താൽ മതി, ഞങ്ങൾ പറഞ്ഞ പോലെ. യു ഗോ ബൈ അവർ ഓർഡർ, ബട്ട് വി വിൽ ഗോ ബൈ അവർ ഓൺ വിംസ് ആൻഡ് ഫാൻസീസ്. ഇതാണ് സുപ്രീം കോടതി ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നടന്നത്. ഇതങ്ങോട്ട് ചെയ്യട്ടെ എന്ന് ഒരു ചുക്കും സംഭവിക്കില്ല. അല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് രാജ്യത്തെ നിയമപ്രകാരം നിയമാനുസൃതമായ ഒരു സംഗതിയാണ് ഇലക്ട്രൽ ബോണ്ട്. പാർലമെൻറ്റ് അംഗീകരിച്ചാണ്. അതുപ്രകാരം സംഭാവന വാങ്ങുന്നത് ചെറുതാവട്ടെ വലുതാവട്ടെ തുക എത്രയാവട്ടെ പാർട്ടി ഏതുമാവട്ടെ എങ്ങനെയാണ് തെറ്റാവുന്നത്? തെറ്റാവുന്നതല്ല. ഇതിനകത്ത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റ് പ്രോ ക്വോ ആരോപിക്കപ്പെടും. ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറാണ്. 10 കോടി രൂപ സുനിലിൻ്റെ ബോണ്ട് ഞാൻ വാങ്ങിയിരിക്കുന്നു. ഫലത്തിൽ സുനിൽ എനിക്ക് സംഭാവന ചെയ്തിരിക്കുന്നു 10 കോടി രൂപ. ഞാനെടുക്കുന്ന ഒരു പോളിസിയിൽ സുനിലിൻ്റെ ഫാക്ടറിക്ക് അനുകൂലമായ ഒരു ക്ലോസ് ഞാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 കോടി രൂപ വാങ്ങി, കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞൊരു ബഹളം നടത്താം. എസ്റ്റാബ്ലിഷ് ചെയ്യാനൊന്നും പറ്റില്ല, കറപ്ഷൻ ഇതുകൊണ്ട് പറയുന്ന പോലെ. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ബഹളം വയ്ക്കാം. ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞത്. ആ ബഹളം വയ്ക്കാൻ ചാൻസ് കിട്ടുന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ധാരണ. സുപ്രീം കോടതിയുടെയും ധാരണ അതാണ്. YV ചന്ദ്രചൂഡ് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് ഞാനാണ് ഈ രാജ്യം ഭരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട മോദിക്ക് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറച്ചെണ്ണന്മാരൊക്കെ ഉണ്ട്, അതൊന്നും കാര്യമൊന്നുമില്ല. ഞാനാണ് ഭരിക്കുന്നത്. ഇത് ഞാൻ വൈൽഡ് അലിഗേഷൻ ഉന്നയിക്കുകയല്ല. ചന്ദ്രചൂഡിനെതിരെ നരേന്ദ്രമോദിയെ പഞ്ചാബിൽ ഓവർ ബ്രിഡ്ജിൽ വെച്ച് തടഞ്ഞു. അതിൻ്റെ അന്വേഷണം സ്യുവോ മോട്ടോ ഈ ചന്ദ്രചൂഡ് ചാടി വീണ് കയ്യിലെടുത്തു. ഗിവ് ഇറ്റ് ടു സുപ്രീം കോർട്ട്. Nobody will inquire this case. It is very serious with international ramifications. Bring all the file here. Ask the DGP to report to Supreme Court today itself. എന്തായിരുന്നു ബഹളം? അവസാനം എവിടെ പോയി? ആ അന്വേഷണം ചന്ദ്രചൂഡ് മുക്കി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹി വിൽ സേ? അല്ല, BJPക്ക് എന്താ പണി ചോദിച്ചൂടെ? അല്ല, ഇല്ല, സുപ്രീം കോടതിയല്ലേ. സുപ്രീം കോർട്ട് ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ്. സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് പോയിട്ട് ഒരു കാര്യം എന്തായെന്ന് അന്വേഷിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. ദർ ഹാസ് ടു ബി എ പെറ്റീഷൻ. യു ഹാവ് ടു സേ ദാറ്റ് ഇതിൻ്റെ അന്വേഷണം ഇഴഞ്ഞ് നീങ്ങുകയാണ്. ശരി, ഇഴഞ്ഞാണെങ്കിൽ അതിനപ്പുറത്തേക്ക് അതോറിറ്റി ഇല്ലല്ലോ. എവരിബഡി ഈസ് അണ്ടർ സുപ്രീം കോർട്ട്. NIA ഈസ് അണ്ടർ ദം. എവരിബഡി ഈസ് അണ്ടർ ദം. ഈവൻ പ്രൈം മിനിസ്റ്റർ ഈസ് അണ്ടർ ദം. പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് പോയി നിങ്ങൾ ലേറ്റായി എന്നൊരു കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുക? സ്റ്റാറ്റസ് ചോദിക്കാമല്ലോ. സോ ഇറ്റ് ഈസ് വിത്ത് ദം. അല്ലെ, സ്റ്റാറ്റസ് അറിയണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് അവിടെ വെച്ച് വിട്ടു. താൻ എന്താണെന്ന് വെച്ചാൽ പണ്ടാറടക്കിക്കൊള്ളാൻ പറഞ്ഞു. ഐ ജസ്റ്റ് ഡോണ്ട് നീഡ്. പുള്ളി ആകെ 2 കാര്യത്തിലാണ് ഇടപെട്ടത്. ഒന്ന്, ഡെറാഡൂണിൽ റോഡ് ബോർഡർ വരെ ചൈനീസ് ബോർഡർ വരെ കൊണ്ടുപോകുന്ന ആ റോഡ് വീതി കൂട്ടാൻ അന്ന് NV രാമണ്ണയാണ് ചീഫ് ജസ്റ്റിസ്. പുള്ളി ഒരു സ്റ്റേ ഓർഡർ കൊടുത്തു. അതിന് പരിസ്ഥിതി നശിക്കുമെന്ന് പറഞ്ഞു. പുള്ളിയെ ഇരുത്തിക്കൊണ്ട് മോദി പ്രസംഗിച്ചു, ഇന്ത്യൻ പട്ടാളത്തിന് വേണ്ടിയിട്ടുള്ള റോഡാണ്, അതാണ് ചേട്ടൻ സ്റ്റേ ചെയ്തിരിക്കുന്നത്, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമല്ല, രാജ്യസുരക്ഷ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ ഓർത്ത് പ്രസംഗിക്കരുത്. പിറ്റേ ദിവസം തന്നെ രാമണ്ണ ആ ഫയൽ വിളിച്ചു വരുത്തിയിട്ട് സ്റ്റേ വെക്കേറ്റ് ചെയ്തു. ദിസ് വാസ് വൺ തിങ്. നമ്പർ 2, ചന്ദ്രചൂഡിനെ ഇരുത്തിക്കൊണ്ട് മോദി പറഞ്ഞു, ഡൽഹി കോടതി
സുപ്രീം കോടതിക്ക് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കാനോ ഒക്കെ ആയിട്ട് ഞാൻ കാശ് മാറ്റി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും തോളത്ത് സഞ്ചി കിട്ടുകൊണ്ട് ഒരുത്തൻ പ്രശാന്ത് ഭൂഷണെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേ ഓർഡർ തന്ന് നമ്മളെ ഉപദ്രവിക്കരുത് എന്ന് ചന്ദ്രചൂഡിനോട് പറഞ്ഞു. ഇരുത്തിക്കൊണ്ടാ പറഞ്ഞു, ഇതൊന്നും പബ്ലിക് വേദിയിൽ പറഞ്ഞതല്ല. മൂന്നാമത്തത്, ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ചീഫ് ജസ്റ്റിസിനോട് പറഞ്ഞു, ജയിലിൽ എത്ര പേര് വിചാരണ തടവുകാരായിട്ട് കിടപ്പുണ്ട്, അവരെ എന്തിനു പിടിച്ചിട്ടിരിക്കുന്നു എന്ന് പോലും അവർക്കറിയില്ല, പ്രത്യേകിച്ച് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്. ഹാവ് യു എവർ എൻക്വയർഡ്? ഹൃദയം പൊട്ടിയാണ് അവർ ചോദിച്ചത്. ഇങ്ങനെ ഇൻ്റർനാഷണൽ വർത്തമാനം, സെയിം സെക്സുകാരുടെ മാരേജ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് 55-61 ദിവസം ഹിയറിംഗ് നടത്തി ഈ മനുഷ്യൻ. അല്ല, സുപ്രീം കോടതിയിൽ 40 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്നവൻ എന്തിന് ജയിലിൽ കിടക്കുന്നു എന്ന് പോലും അവൻ അറിഞ്ഞുകൂടാ, ബോധം നഷ്ടപ്പെട്ടു. ഇവരുടെ കാര്യം രാഷ്ട്രപതി മുർമു ഈ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ ഇരുത്തി ചോദിച്ചു. എന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മഹത്തായ സുപ്രീം കോടതിക്ക് ഞാനും നമസ്കാരം പറയുന്നു. യു ഫീൽ ദാറ്റ് സംതിങ് ബിഗ് വിൽ കം ഔട്ട് ഓഫ് ദിസ്, പ്ലീസ് ഡൂ ദാറ്റ്. പണ്ട് നമ്മുടെ ചർച്ചിൽ പറഞ്ഞത്, ചർച്ചിലിൻ്റെ അശ്ലീല ഫോട്ടോ ഒരു ടാബ്ലോയിഡിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ പത്രസമ്മേളനത്തിലും അവർ വി വിൽ പബ്ലിഷ് ഇറ്റ്. അവസാനം ചർച്ചിൽ പറഞ്ഞു, പബ്ലിഷ് ആൻഡ് ബി ഡാംഡ്. എൻ്റെ തുണിയില്ലാതെ ഒരു പെണ്ണുമായിട്ടുള്ള ഫോട്ടോ നിൻ്റെ കയ്യിലുണ്ട്, ഇത്രയല്ലേ ഉള്ളൂ, അതങ്ങോട്ട് പബ്ലിഷ് ചെയ്യണം. കഴിയും, അതോടെ കഴിച്ചു. എന്ത് ഒരു ഫോട്ടോ ഉണ്ട്, അതെടുത്ത് പബ്ലിഷ് ചെയ്ത് അതിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം നടക്കും. ഈ പറഞ്ഞു വരുന്നത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് മോദിക്ക് ഒരു പകരം കൊടുക്കണമെന്ന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിലെ ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുവെന്നാണോ? എന്ന് പറയാനും പറ്റില്ല. കാരണം ഇന്ന് സുപ്രീം കോടതി എന്താ മലയെലിയെ പ്രസവിച്ചു എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അവർ പറഞ്ഞു BNC പുറത്താക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ടോട്ടൽ ഇലക്ട്രൽ ബോണ്ട് വന്ന എമൗണ്ട്, അതിൽ നിന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടിയ എമൗണ്ട്, ഇത് ഓൾറെഡി ഏകദേശം പബ്ലിക് ഡൊമൈനിൽ ഊഹമായിട്ട് പ്രചരിക്കുന്നുണ്ട്. 1376 കോടി രൂപ BJPക്ക്, 952 രൂപ ഇവർക്ക് കോൺഗ്രസിന് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട്. ഈ 1376 മാത്രം വാങ്ങിച്ചില്ല, 378 CPM-ന് ഇയാൾ കൊടുക്കുകയല്ലേ, സ്റ്റാലിൻ കൊടുക്കുകയല്ലേ. അവരെന്തിനാണ് ബോണ്ട് മേടിക്കാൻ പോകുന്നത്? ബോണ്ട് മേടിച്ചവൻ്റെ ഇന്ന് മേടിച്ച് കെട്ടിത്തൂങ്ങിയവൻ്റെ കാലേ കെട്ടിത്തൂങ്ങിയാൽ മതിയല്ല, അത്രയും ഹൈറ്റ് കയറണ്ടല്ലോ. എളുപ്പമാണ്. ഇതാണ് CPM ചെയ്ത്. അവർക്ക് പിച്ചക്കാരൻ, അവർക്ക് ആരും കൊടുക്കാനില്ല എന്നുള്ളതാണ് വാസ്തവം. അതെ, അവർക്ക് സംഭാവന കൊടുക്കാൻ ആൾ വേണ്ടേ. എന്തായാലും കണ്ടംപ്റ്റ് കൊടുത്തിട്ടുണ്ട് CPM. ആ കണ്ടംപ്റ്റ് ഇതിൽ കൂടെ അങ്ങ് തള്ളി ഇത് ചെയ്തു, ഡിസ്പോസ് ചെയ്തു കണ്ടംപ്റ്റ് കൂടെ. കാരണം ഫ്രഷ് ഓർഡർ വന്നു കഴിഞ്ഞു, പിന്നെ എന്ത് കണ്ടംപ്റ്റ്. അതെ, ഏതായാലും 15-ാം തീയതി ഒരു വലിയ ബോംബ് പൊട്ടും എന്ന് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ചിലരൊക്കെ കാണുന്നു. അല്ല, ആ ബോംബ് പൊട്ടും. ഇതുവരെ അഭ്യൂഹമായിട്ട് നിന്നിരുന്ന ഈ എമൗണ്ട് 1376 1375.33 എന്നറിയാൻ പറ്റും 15-ാം തീയതി. ഏതായാലും ബോംബ് പൊട്ടുകയാണോ ഡിഫ്യൂസ് ചെയ്യപ്പെടുകയാണോ ചെയ്യാൻ പോകുന്നത്? ഫലത്തിൽ ഞാൻ പറയുന്നത് ചന്ദ്രചൂഡ് ഇത് ഡിഫ്യൂസ് ചെയ്തു എന്നാണ്. ചന്ദ്രചൂഡ് പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ബഹളം പോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് യു സി സെയിം സെക്സ് രജിസ്ട്രേഷൻ ഓഫ് മാരേജ്. അവസാനം ചന്ദ്രചൂഡ് ചെയ്തത് എന്താ? ലെജിസ്ലേച്ചറിന് വിട്ടു. ഇത് 2 മാസം മുമ്പ് ഈ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എണീറ്റ് നിന്ന് ഫസ്റ്റ് സബ്മിഷൻ അതായിരുന്നു, യുവർ ലോർഡ്ഷിപ്സ്, ദിസ് ഈസ് നോട്ട് യുവർ ഡൊമെയിൻ, യു ലീവ് ഇറ്റ് ടു ദ ലെജിസ്ലേച്ചർ. നോ, ദിസ് ഈസ് വെരി സീരിയസ് തിങ് എന്ന് പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ആശം പറയുകയാണ് ലെജിസ്ലേച്ചർ വിട്ടു. എത്ര വക്കീലന്മാർ, എത്ര കാശ് ചെലവ്, എന്തെല്ലാം പറയണം. ഇത് ചന്ദ്രചൂഡിൻ്റെ വേറൊരു ട്രെയിനാണ്. പുള്ളി വലിയ എന്തോ സാധനം ഇപ്പോൾ കൊണ്ടുവരും, മോദിയെ തട്ടിക്കളയും എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തെ മോഹിപ്പിക്കും. അവസാനം മോദിക്ക് കൂളായിട്ട് ഇറങ്ങിപ്പോകാനുള്ളൊരു വഴി അവിടെ തുറന്നും വയ്ക്കും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ചന്ദ്രചൂഡിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ക്ലവറസ്റ്റ് ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ എങ്ങനെ പെരുമാറണം, എവറി കേസ് ഹാസ് എ പൊളിറ്റിക്കൽ കണ്ടൻറ് എന്ന് ചന്ദ്രചൂഡിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ആ ശിവലിംഗം ഇരിക്കുന്ന സ്ഥലം കോർഡൻ ഓഫ് ചെയ്തിട്ട് തിരിച്ച് അവിടെ ആരും പ്രവേശിക്കരുതെന്ന് പറഞ്ഞു. സുനിലെ, ഈ ജന്മം ഇനി അത് മുസ്ലിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. ഫ്രീസ് ചെയ്ത് പോയത് എന്നേക്കുമായിട്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി റിസർവ് ചെയ്തു ശിവലിംഗം ഇരിക്കുന്ന സ്ഥലം. ശിവലിംഗമാണോ ഫൗണ്ടറാണെന്നൊക്കെ പിന്നെ ആലോചിക്കുക. ആദ്യം ആ സ്ഥലം അങ്ങോട്ട് സീൽ ചെയ്യുന്നു. സുപ്രീം കോടതി സീൽ ചെയ്യാൻ ഞാൻ പറഞ്ഞതാണ്. 90 ദിവസത്തേക്കാണ് സീൽ ചെയ്തത്. 89ാമത്തെ ദിവസം കാശിയിലെ വക്കീൽ വീണ്ടും ഹാജരായി. സ്റ്റേ ഓർഡർ ഉണ്ട്, അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നോ അതോ വെക്കേറ്റ് ചെയ്യുന്നു. വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ലോവർ കോർട്ടിൽ എൻ്റെ ഫൈറ്റ് തുടങ്ങാം.
ആ പറഞ്ഞു നോ ദാറ്റ് വിൽ കണ്ടിന്യൂ ടിൽ ഫർദർ ഓർഡേഴ്സ്. കഴിഞ്ഞു. ഫർദർ ഓർഡർ ടിൽ ഫർദർ ഓർഡേഴ്സ് എന്ന് ഹൈക്കോടതി സുപ്രീം കോടതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ജീവിതകാലം മുഴുവൻ എന്നാണ് അതിനർത്ഥം. ഏതായാലും ഇലക്ട്രൽ ബോണ്ട് ഒരു ബോംബായിരിക്കും എന്ന് കരുതുന്നവരുണ്ട്. ഒരുപക്ഷെ അതൊരു മധുര ബോണ്ടയും ആയിരിക്കാം, നനഞ്ഞ പടക്കമായിരിക്കും. ഒരുപക്ഷെ കോൺഗ്രസിന് വലിയ ഡാമേജ് ചെയ്തു. മോദിക്കൊരു മധുര ബോണ്ടയുമാകാം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കണ്ടെയ്ൻ ദാറ്റ് മാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.